പൂന്തുറ ജാമ്യയിൽ മാത്രം കിട്ടുന്ന ഒരു മന്തിയാണിത്. കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. പ്രത്യേകതരം മസാലക്കൂട്ടുകളൊക്കെ ചേരുന്ന ഒരു മന്തിയാണ്. എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ 20 കിലോ ചിക്കൻ്റെ മീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, മുളകുപൊടി ഇടുക, കപ്സ മസാല, മല്ലിയില, ക്യാപ്സിക്കം, മാഗി ചിക്കൻ സ്റ്റോക്ക്, സൺഫ്ലവർ ഓയിൽ, തക്കാളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കുഴച്ച് 1 മണിക്കൂർ വെക്കുക. ആ സമയം നമുക്ക് ചോറ് വെക്കാം. ഒരു ചെമ്പടുപ്പി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മസാല ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ചിക്കന് ചേർത്ത് എല്ലാ മസാലകളും ചേർത്ത് വഴറ്റി വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. വെള്ളം തിളയ്ക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് സവാള എടുത്ത് അരിഞ്ഞ് എണ്ണയിൽ മൂപ്പിച്ച് വെക്കാം. ഏകദേശം 1 മണിക്കൂറായി. നമുക്ക് കുഴച്ചു വെച്ച ചിക്കൻ്റെ അടിയിൽ തീ കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേവിക്കണം. ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൽ അരി ഇടാം. 15 കിലോ ബിരിയാണിയുടെ ചെറിയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പകുതി വേവാകുമ്പോൾ ഓഫ് ചെയ്യണം. ചോറിൻ്റെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വറ്റി തുടങ്ങുമ്പം അടിയിലത്തെ തീ വലിക്കണം. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ചോറിൻ്റെ മുകളിലിട്ട് ബിരിയാണി ദമ്മ് ചെയ്യുന്നത് പോലെ ദമ്മ് ചെയ്യാം. മുകളിൽ നല്ലതുപോലെ കണലിട്ട് ദം ചെയ്യണം. ഒരു മണിക്കൂറോളം ദമ്മി കിടന്നു. വിളമ്പാൻ സമയമായി. നമുക്ക് പൊട്ടിച്ചു നോക്കാം. മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട്. നല്ല മണമുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. വറുത്തു വെച്ച ഉള്ളി മേളിൽ ചേറി ഒന്ന് ഇളക്കി നോക്കാം. ചോറ് നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വിളമ്പാം.